ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എല്ലാ പ്രമുഖരും കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ച. കൊച്ചിയിൽ നടിയുടെ പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെയും നടൻ ജയസൂര്യക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ല വകുപ്പും ചുമത്തി. അതേസമയം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുകേഷിനെ കൈവിടാതെ സംരക്ഷിക്കുകയാണ് സർക്കാർ. സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിയണമെന്ന സമ്മർദ്ദം ചെലുത്തേണ്ട എന്നാണ് തീരുമാനം. മുകേഷിനെ MLA സ്ഥാനത്ത് നിലനിർത്തുന്നതിൽ ഇടതുമുന്നണിയിൽ ഭിന്നാഭിപ്രായം ശക്തമാണ്. അതേസമയം തന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഇന്ന് കേസെടുത്തേക്കും. വിവരങ്ങൾ നൽകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയും ഒപ്പം കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. രശ്മി കാർത്തികയുണ്ട്. രശ്മി, നമസ്തേ. എന്തായാലും പ്രമുഖർക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇന്ന് 10 ദിവസം തികയുകയാണ്. ഈ ജയസൂര്യക്കെതിരെയും അതുപോലെ തന്നെ മുകേഷിനെതിരെയും എപ്പോഴാണ് കേസെടുത്തത്? ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയസൂര്യക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മുകേഷിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജയസൂര്യക്കെതിരെ കേസെടുത്തത് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസാണ്. ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം കാട്ടി എന്നീ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഈ 7 പേർക്കെതിരെയാണ് നടി ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. അതിലാണിപ്പോൾ ജയസൂര്യക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേ നടിയുടെ പരാതിയിൽ തന്നെ കൊച്ചിയിൽ മുകേഷിനെതിരെയും മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇനി കേസ് എടുക്കാനുള്ളത് ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയാണ്. അവർക്കെതിരെയും ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുകേഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനം പൊതുസമൂഹത്തിനിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് ഇത്രത്തോളം വൈകുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒടുവിലാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജയസൂര്യക്കെതിരെയും സമാനമായ രീതിയിൽ നടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് എടുത്തിരിക്കുന്നത്. മുകേഷിനെ ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ മാറി നിൽക്കുക, അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ട, അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നിലപാട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഭിന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്, അത് വലിയ രീതിയിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുമെന്നുള്ള തരത്തിൽ ഒരു വിഭാഗം അത്തരത്തിലുള്ള ആരോപണം ഉയരുന്നു. മാത്രമല്ല ഈ മുകേഷിനെതിരെ നിരന്തരം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി പലരും ഉന്നയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ അതിക്രമിക്കാറുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ അന്ന് പരാതി നൽകിയിരുന്നതാണ്. അന്ന് ഈ അവർ സംസാരിച്ചിരുന്നതാണ്. അതൊക്കെ ഈ ഒരു നിലവിൽ അത് വലിയ രീതിയിൽ അതൊക്കെ ഉയർന്നു വരുന്നുണ്ട്, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് കേസെടുക്കുന്നതിലാണെങ്കിലും ഇത്രത്തോളം വൈകുകയും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ള തരത്തിൽ അത് വ്യാപകമായി അത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർക്കെതിരെ, മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രജനി. തീർച്ചയായിട്ടും. എന്തായാലും ആദ്യം തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി നൽകിക്കഴിഞ്ഞാൽ കേസ് എടുക്കും. ഇപ്പോൾ ആ ഒരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. 6 കേസുകൾ എറണാകുളത്തും 1 കേസ് തിരുവനന്തപുരത്തുമാണ് രജിസ്റ്റർ ചെയ്യുമെന്ന് പ്രത്യേക സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇനിയുള്ള തുടർ നടപടികൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഒപ്പം രശ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടു പോകുന്നത്. ഇത്രയും അധികം ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് ഈ ഒരു ആരോപണ രേഖ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുകേഷ് MLA-ക്കെതിരെയാണ്. ലൈംഗികാരോപണങ്ങൾ 3 ലൈംഗികാരോപണങ്ങളാണ് ഓരോ നടിമാർ വീതം പറഞ്ഞിരിക്കുന്നതും. അപ്പോഴൊക്കെ തന്നെയും സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം സമരമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഒപ്പം ഈ കോൺക്ലേവ് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റുമോ എന്ന് പോലും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല.
അങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും. അതായത് മാറി നിൽക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഒരു നിലപാട്. തുടക്കം മുതൽ തന്നെ മുകേഷിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു പോകുന്നു. ഒരു ജനപ്രതിനിധി, ഒരു MLA, അയാൾക്കെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ ഉടനടി നടപടി സ്വീകരിക്കേണ്ട സർക്കാരാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും തുടക്കം മുതൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അത് ഇത്തരത്തിൽ പൂഴ്ത്തിവെച്ച് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് അത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, പ്രമുഖരെ പരാമർശിച്ചുകൊണ്ടുള്ള ഖണ്ഡികകൾ, അത് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അത്തരത്തിൽ ഉള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കി പിന്നീട് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു. ഇതിലൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു സമീപനമുണ്ട്. അത് ആ ഒരു സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും മുകേഷിനെ ഇത്തരത്തിൽ ഇതിൽ നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാര്യം. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഒരു വിശദീകരണം പറയുന്നത് ഈ മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെ ആരോപണം ഉയർന്നാൽ മാത്രം അവർ രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ടാൽ മതി. MLA സ്ഥാനത്ത് ഇരിക്കുന്നവർ അത്തരത്തിൽ രാജിവെച്ച് ഈ അന്വേഷണം നേരിടേണ്ട സാഹചര്യമൊന്നുമില്ല. അവർക്കെതിരെയുള്ള വിചാരണ തുടരട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ രാജിവെച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ. അത്തരത്തിൽ സംരക്ഷിച്ചു പോവുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ആദ്യം രഞ്ജിത്തിനെതിരെ കേസെടുത്തു, പിന്നീട് സിദ്ദിഖിനെതിരെ കേസെടുത്തു, ഇന്നലെ പിന്നീട് ജയസൂര്യക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ മുകേഷിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മരടിലെ സ്വകാര്യ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് ഇത്തരത്തിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മുകേഷിനെതിരെ രശ്മി തുടരുക. കൊച്ചിയിൽ നിന്ന് മിഥുൻ കൂടെ ചേർന്നുണ്ട്. മിഥുൻ, രശ്മി പറഞ്ഞത് കേട്ട് കാണുമെന്ന് കരുതുന്നു. നേരത്തെ രഞ്ജിത്ത്, അതിന് പിന്നാലെ സിദ്ദിഖ്, അതിന് പിന്നാലെ ജയസൂര്യ, ഇന്നിപ്പോൾ രാവിലെ സിനിമാ ലോകം കേൾക്കുന്നത് മുകേഷിനെതിരെ കേസെടുത്തു എന്നുള്ളൊരു വാർത്തയാണ്. ഇനിയും നിരവധി പേർ ഇതിന് പിന്നിലുണ്ട്. അവർക്കൊക്കെ എതിരെ കേസുണ്ടാവും, പരാതികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന റെസ്പോൺസുകൾ എന്താണ്? ഇതുവരെയും ആരും ഒന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സർക്കാർ ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രജനി, എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷ് MLA-യും നടനുമായ മുകേഷിനെതിരെയാണ് മരട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണി വരെയാണ് എറണാകുളം സ്വദേശിയായ പരാതിക്കാരിയായ നടിയെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി മൊഴിയെടുത്തത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനി കേസിന്റെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ഒരു പരിധിവരെ മുകേഷിനെ സംരക്ഷിക്കുന്ന നടപടിയുമാണ് സ്വീകരിച്ചിരുന്നത്. പല ഘട്ടങ്ങളിലും മറ്റ് പ്രതിപക്ഷ MLA-മാർക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായപ്പോൾ, ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവരൊന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോയാൽ മതി, MLA സ്ഥാനം ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മുകേഷിനെ സംരക്ഷിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ഇനി മുകേഷ് പ്രതിയാകുമ്പോൾ, പ്രതിപട്ടികയിൽ ഉൾപ്പെടുമ്പോൾ എന്ത് നടപടിയാകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതോടൊപ്പം ഈ ലൈംഗിക അതിക്രമം നടത്തി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആലുവയിലെ ഫ്ളാറ്റിൽ വെച്ച് പരാതിക്കാരിയായ നടിയെ ലൈംഗിക അതിക്രമം കാണിച്ചു എന്നാണ് ഈ നടി മൊഴി നൽകിയിരിക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തന്നെ പീഡനം നടത്തിയത്, അതിക്രമം നടത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ മൊഴിയെടുക്കലായിരുന്നു ഇന്നലെ രാത്രി 11 മണി വരെ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തത്. കൃത്യമായ വിവരങ്ങൾ മൊഴിയായി ഈ നടി നൽകുകയും ചെയ്തിട്ടുണ്ട്, മുകേഷിനെതിരെ നൽകിയിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ ഘട്ടങ്ങളിലേക്ക്, നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നു, കേസെടുക്കുന്നു, പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്, MLA സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകുമോ എന്നതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മുകേഷ് ഉൾപ്പെടെ 4 നടന്മാരും 7 ആളുകൾക്കെതിരെയാണ് നടി
പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നു. വരുന്ന മണിക്കൂറുകളിൽ നിർണായകമായ ചർച്ചകൾക്ക് സംവാദങ്ങൾക്കെല്ലാം ഈ ഒരു വിഷയം മാറുകയും ചെയ്യും. തിരുവനന്തപുരത്ത് ജയസൂര്യയ്ക്ക് ഉൾപ്പെടെ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്ത നിലവിൽ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. 7 പേർക്കെതിരെയാണ് ഈ നടി മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകൾ സമൂഹം വിലയിരുത്തുക ഏത് തരത്തിലായിരിക്കും, ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും സിനിമാ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഉണ്ടാവുക എന്നതും നിർണായകമായ ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. രജനി. ശരി, മിഥുൻ ദയവായി കൊച്ചിയിൽ തുടരുക. രശ്മി കാർത്തികയിലേക്ക് ഒരിക്കൽ കൂടി. രശ്മി, ഇതിപ്പോ പരാതി വന്നു, കേസെടുത്തു, നിവൃത്തിയില്ലാതെ കേസെടുക്കുന്നു. പക്ഷേ 4-4.5 വർഷമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട്. തുടർച്ചയായി 2ാം വട്ടം ജയിച്ച അധികാരത്തിൽ വന്ന ഇതേ മുഖ്യമന്ത്രിയെ കണ്ടാണ് WCC അംഗങ്ങൾ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അന്ന് അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയും സർക്കാരും നൽകിയിരുന്നു. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് ഇവിടുത്തെ നടിമാർ അടക്കമുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുമായി സംസാരിച്ച് വിശദമായ മൊഴിയെടുത്ത ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനുള്ള പരിഹാര നിർദ്ദേശവുമായി ഒക്കെ ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി ഇതുവരെ സർക്കാർ സ്വീകരിച്ചു? ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി നിവൃത്തിയില്ലാതെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത് പുറത്തുവിടുന്നു. അപ്പോഴും വലിയ ജാഗ്രത കാണിച്ചു, വലിയ തരത്തിലുള്ള സംരക്ഷണം ഒരുക്കി. ആർക്കാണ്? പേരുകൾ പുറത്തു വരാതിരിക്കാൻ. ചില പേരുകൾ സ്വകാര്യത മാനിച്ച് മറച്ചു വെക്കണം, ചില വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ മറപറ്റി ഒട്ടനവധി പേജുകൾ വെട്ടിമാറ്റിയ ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ള വലിയ ചോദ്യമല്ല ഇതിനെല്ലാം അപ്പുറം ഉയരുന്നത്. പ്രദീപ്, സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണത്. പൊതുജനങ്ങൾക്കിടയിൽ തന്നെ, പൊതുസമൂഹത്തിനിടയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഓരോ നടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. പക്ഷേ അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും വർഷങ്ങളോളം അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം സമയം, ഈ ഒരു വർഷങ്ങളോളം ഇത് പൂഴ്ത്തിവെച്ചത് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു സർക്കാരിന്റെ ആ ഒരു നിലപാട് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, അതായത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്, ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചതിനു ശേഷം പിന്നീട് അത് ഹൈക്കോടതിയിൽ എത്തുന്നു. ഒടുവിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡിക എന്ന് പറയുന്നത് 96ാമത്തെ ഖണ്ഡികയാണ്. അതിൽ ഈ പ്രമുഖർ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ ഒരു ഖണ്ഡികയിൽ പറയുന്നത്. അതിനുശേഷമുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ, ഏതാണ്ട് 11ഓളം പാരഗ്രാഫുകൾ ഇത്തരത്തിൽ സർക്കാർ മനഃപൂർവ്വം വെട്ടിമാറ്റിയതിനു ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന, ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ അത് ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഖണ്ഡികകൾ ഉണ്ടെങ്കിൽ അത് അപേക്ഷകർക്ക് അതിന്റെ ഒരു ലിസ്റ്റ് സമർപ്പിക്കണം, ലിസ്റ്റ് നൽകണം എന്നുള്ളൊരു കാര്യവും പ്രത്യേകം തന്നെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കാതെ സർക്കാർ മനഃപൂർവ്വം തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, അതായത് പ്രമുഖരുടെ പേര് വിവരങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു 11ഓളം പാരഗ്രാഫുകൾ ഇത്തരത്തിൽ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അതിനുശേഷം ഈ ഒരു കേസ് എടുക്കുന്നതിൽ ഹൈക്കോടതിയുടെ മേൽ ഈ ഒരു ഇത് പഴിചാരിക്കണം, അതായത് ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ, കേസ് എടുക്കാനും അതിന്റെ തുടർന്നുള്ള അന്വേഷണമൊക്കെ ആണെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവ് വരട്ടെ, അതിനുശേഷം നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. വീണ്ടും നേരിട്ട് പരാതി നൽകുകയാണെങ്കിൽ, ഈ ലൈംഗിക അതിക്രമം നേരിട്ട നടികൾ നേരിട്ട് പരാതി നൽകുകയാണെങ്കിൽ കേസെടുക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് പിന്നീട് ഈ സർക്കാർ എത്തുന്നു. ഏതായാലും നടിമാരെല്ലാം തന്നെ നേരിട്ട് എത്തുകയും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത്തരത്തിൽ കൃത്യമായി പരാതിയായി പറയുകയും അവർ മൊഴി നൽകുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ മറ്റു നിർവാഹം ഒന്നുമില്ലാതെ ഒടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നിലയിലേക്ക്
FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. ആദ്യം ഈ രഞ്ജിത്തിനെതിരെ കേസ് എടുക്കുന്നു, അതിനുശേഷം സിദ്ദിഖിനെതിരെ കേസ് എടുക്കുന്നു, പിന്നീട് ജയസൂര്യക്കെതിരെ കേസെടുക്കുന്നു. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ നടിയോട് ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള ഒരു പരാതിയാണ്. അതിലാണ് കന്റോൺമെന്റ് പോലീസ്, തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് മുകേഷിനെതിരെ. ഇപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട്, ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്നും ആ ഒരു രാജി ആവശ്യം വളരെ ശക്തമായി പല തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പല തലങ്ങളിൽ ഈ ഒരു ആരോപണം ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, മുകേഷിന്റെ ആദ്യ ഭാര്യ ഇതേ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തി അവരോടുള്ള ആ ഒരു അതിക്രമ പരമ്പരകൾ ഉൾപ്പെടെ നിലവിൽ ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഈ ഒരു MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ? അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതല്ലേ? ആർക്കെതിരെ ആരോപണം ഉയർന്നാലും അവർ ആ സ്ഥാനത്ത് നിന്നും മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് എല്ലാവരും പൊതുവിൽ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള പല ആളുകളും, ഈ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച കാര്യമാണ്. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നാൽ മാത്രം മാറി നിന്നാൽ മതി. നേരത്തെ മറ്റ് MLA മാർക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ, അവർ അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടല്ലേ വിചാരണ നേരിട്ടത്? ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നത്. ഏതായാലും ജനപ്രതിനിധിയായ ഒരാൾക്കെതിരെ ഒന്നിൽ കൂടുതൽ ആരോപണങ്ങൾ ഇതേ രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുകേഷിന്റെ രാജി ആവശ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പ്രദീപ്, രശ്മിയിലേക്ക് വരാം. ഒരിക്കൽ കൂടി മിഥുൻ മുരളിയിലേക്ക് പോവുകയാണ്. മിഥുൻ, ഇതിപ്പോൾ തുടരെ പരാതികൾ വരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പല പരാതികളും അല്ലെങ്കിൽ പരാതിക്ക് ആസ്പദമായ സംഭവങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്നത് 5, 8, 10, 15 വർഷം മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം, ഇതുവരെ എന്തുകൊണ്ട് ഇവരാരും പരാതി നൽകിയില്ല? അന്നില്ലാത്ത ഒരു സംരക്ഷണവും ഇപ്പോൾ ഉറപ്പ് നൽകുന്നുമില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങൾ, ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ, ചില പിന്നാമ്പുറ കഥകളൊക്കെ എല്ലാവർക്കും എല്ലാ കാലത്തും അറിയാമായിരുന്നതുമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകി. അതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുറത്തുവിട്ടതിന് ശേഷമുണ്ടായ വിവാദ പരമ്പരയ്ക്കിടയിൽ പരാതിയില്ലാതെ നടപടിയെടുക്കാനാവില്ല എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഏതാനും പേർ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർ കൂടി വരുന്നു എന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റൊരു വ്യാഖ്യാനം നൽകിയിട്ട് കാര്യമില്ല. അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസ് എടുക്കില്ല എന്ന്. അപ്പൊ എന്തിനപ്പോൾ കമ്മിറ്റി വെച്ചു? അതല്ല, സാങ്കേതികമായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ പറയുന്ന ഇരകൾ എന്ന് ബാധിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിട്ട വനിതാ സിനിമാ പ്രവർത്തകർക്കൊപ്പമാണ് എന്നുള്ള വാക്കിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നടപടിയെടുത്തു? അതിന്മേൽ, ഈ റിപ്പോർട്ടിന്മേൽ തുടർന്നൊരു കമ്മീഷനെ വയ്ക്കാനോ അല്ലെങ്കിൽ പരിഹാരം തേടാനോ ഒന്നുമില്ല. എല്ലാ സ്ഥാപനത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു കമ്മിറ്റിയെ വയ്ക്കാൻ തീരുമാനിച്ചു, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. അതിനപ്പുറം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. മിഥുൻ, ഈ പരാതികളുടെ ഒരു വിശ്വാസ്യത എത്രത്തോളമുണ്ട്? അതല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ പ്രത്യേക തരത്തിൽ ഉള്ള ചില പരാതികൾ വരുന്നു? 2, അമ്മ നേതൃത്വത്തെ കൃത്യമായി ലക്ഷ്യമിടുന്നു എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ ലോകത്ത് തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു വിഭാഗം, അതല്ലെങ്കിൽ മറ്റൊരു സമ്മർദ്ദ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു മാഫിയ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ചില ഉദ്ദേശങ്ങളോടുകൂടി? പ്രദീപ്, ഈ ചോദ്യവും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. എന്തുകൊണ്ട് പരാതികൾ ഇപ്പോൾ വ്യാപകമായി ഉയർന്നു? ഈ പരാതികൾക്ക് എത്രമാത്രം കഴമ്പാണുള്ളത്? ഇതിന് പിന്നിൽ ഈ പരാതികൾ ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നത് പ്രധാന ചോദ്യമായി ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതുവരെയും ഈ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ പരാതികളൊന്നും ഉയർന്നു വരാത്ത സാഹചര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനോട് അനുബന്ധമായ പരാതികൾ, ലൈംഗിക അതിക്രമ ചൂഷണ പരാതികൾ, സംഭവങ്ങൾ എല്ലാം നിരന്തരമായി ഉയർന്നു വരുമ്പോഴാണ് ഇതുപോലെയുള്ള, ഇപ്പോൾ പ്രദീപ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന മറുപടി, ഈ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന, പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന വിഭാഗം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകുന്നത്. പല നടന്മാരും, സിദ്ദിഖ് ഉൾപ്പെടെ, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ പ്രതികരിച്ചപ്പോൾ സിദ്ദിഖ് ഉൾപ്പെടെ
പറഞ്ഞത് 40 വർഷത്തോളം സിനിമാ മേഖലയിൽ നിലനിന്ന ആളാണ്. എന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും അറിയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് തനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന മാധ്യമ വാർത്തകളിലൂടെയൊക്കെ താനും തിരിച്ചറിയുന്നു എന്നതാണ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സിനിമയിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതായത് ഈ സിനിമാ മേഖലയിലുള്ള പല കാര്യങ്ങളും പുറത്തു പറയാൻ സ്ത്രീകൾ മടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി പരാതികളുമായി മുന്നോട്ട് വന്നാൽ അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്തുന്ന സ്ഥിതിവിശേഷം ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. 15 പേർ അടങ്ങുന്ന ആ ഒരു പവർ ഗ്രൂപ്പാണ് ഈ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുകയും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ പലതരത്തിൽ ചൂഷണത്തിനും ഒപ്പം തന്നെ ഭയപ്പെടുത്തി നിരാലംബരാക്കി മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും ആയിട്ട് ഈ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് പേടി കൊണ്ടായിരിക്കാം, ഭയം കൊണ്ടായിരിക്കാം ഈ സ്ത്രീകളൊന്നും പരാതികളുമായി മുന്നോട്ട് വരാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഏതെങ്കിലും പരാതിയുമായി പോലീസ് സ്റ്റേഷനെയോ മറ്റ് നിയമ നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ ഒതുക്കി നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ആരോപണങ്ങൾ നേരത്തെ ഉന്നയിക്കാതിരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ധൈര്യം ലഭിച്ചിരിക്കാം. അതുകൊണ്ട് കൂടുതൽ പരാതികൾ, കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു തന്റേടം സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കാം. ലൈംഗിക അതിക്രമത്തിന് വിധേയരായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായി മാറിയിരിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു ചോദ്യത്തിന് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പരാതികൾ വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധമായിട്ടുള്ള കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു, അതിൽ കേസെടുക്കുന്നു, നടപടികൾ തുടർന്നു പോകുന്നു. എന്തായാലും ഈ പരാതികൾ എത്രത്തോളം വാസ്തവം, എത്രത്തോളം കഴമ്പ് ഉണ്ട് എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ സാധ്യമാവുകയും പ്രതികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലേക്ക് ഇനി ഒരിക്കൽ കൂടി സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കാൻ ഇതിനൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ പരാതികളൊക്കെ തന്നെ സിനിമയിൽ ഒരു ശുദ്ധികലശത്തിന് കാരണമാകട്ടെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഏത് മേഖല എന്ന പോലെ തന്നെ ഈ നമ്മൾ സ്ത്രീ വിമോചനം, സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, നവകേരളം ഒക്കെ പറയുമ്പോഴും ഇതാണ് അവസ്ഥ എന്നുള്ളത്. അത് ഏറ്റവും ഗ്ലാമർ, ഏറ്റവും സ്വാധീനമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന താരങ്ങൾക്ക് പോലും രക്ഷയില്ല എന്നുള്ളൊരവസ്ഥ ഒരിക്കലും അംഗീകരിക്കാനാവുന്ന സ്ഥിതിയല്ല. പോലെ തന്നെ തിളങ്ങുന്ന താരങ്ങൾക്ക് അത്ര തിളക്കമില്ല എന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഇനി അറിയേണ്ടത് കേസ് എടുത്തിട്ടുണ്ട് മുകേഷിനെതിരെ. ഇനി സർക്കാർ എന്ത് നടപടി എടുക്കും, MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നടക്കമുള്ളതാണ് ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചൊക്കെ തന്നെ ലോകം നോക്കിക്കാണുന്നത്, രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്ന ഒരു കാരണം കൂടെ അതാണ്. ഇനി അത് വരും മണിക്കൂറുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. കറക്റ്റ്.